കൊച്ചി തീരത്ത് മറിഞ്ഞ കപ്പലിൽ നിന്ന് വീണ ബാരലുകൾ വിഴിഞ്ഞത്തടിഞ്ഞു. ഇതിനു മുൻപും വിഴിഞ്ഞം തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, ഇപ്പോഴത്തെ കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് അടിഞ്ഞിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോട് കൂടിയാണ് വിഴിഞ്ഞം തീരത്ത് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതുന്ന ബാരലുകൾ വിഴിഞ്ഞം തീരത്ത് അടിഞ്ഞിരിക്കുന്നു. ഏകദേശം 10 ബാരലുകൾ ഉണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ ബാരലുകളിൽ എഴുതിയിരിക്കുന്നത് വാൽമക്കോൾ PDA 1300 എന്നാണ്. അതായത് ഒരു മലേഷ്യൻ നിർമ്മിത സാധനമാണ്. ഇത് ഈ ബാത്റൂം ക്ലീനറായിട്ടും കാർ ക്ലീനറായിട്ടും ടോയ്ലറ്റ് ക്ലീനറായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. ഇതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ക്ലീനിങ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അർദ്ധരാത്രിയോടുകൂടി വിഴിഞ്ഞം തീരത്ത് അടിഞ്ഞിരിക്കുന്ന ഈ ബാരലുകൾ ഇതുവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനായിട്ടില്ല. പക്ഷേ രാവിലെയോടുകൂടി തന്നെ ഉന്നത സംഘം അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇത് എന്ത് വസ്തുവാണെന്ന്, കാരണം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാൽമക്കോൾ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ബാരലുകൾ പൊട്ടിയതിനു ശേഷം അടിക്കുന്നതാണോ എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ തന്നെ ഇത് കൃത്യമായ വിവരം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും രാവിലെയോടുകൂടി തന്നെ അവിടെ പോലീസും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും എത്തുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീരത്തുള്ളവരുടെ ആശങ്ക ശക്തമായിട്ടുണ്ടാകുമല്ലേ ജിബിൻ? അത് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഇത് വിഴിഞ്ഞം തീരത്താണ്, വിഴിഞ്ഞം ഹാർബറിലാണ് ഇത്തരത്തിൽ ഈ ബാരലുകൾ അടിഞ്ഞിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഈ വിഴിഞ്ഞം മേഖലയിലുള്ളത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി വിഴിഞ്ഞം തീരത്തേക്ക് ആളുകൾ എത്തുന്നില്ല, മത്സ്യം വാങ്ങാനായി എത്തുന്നില്ല. കാരണം സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഒരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് സർക്കാരും ഫിഷറീസ് വകുപ്പ് മന്ത്രി തന്നെ എത്തി ഈ മീനുകൾ, കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ വിശ്വസിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട്. കാരണം ഈ കടലിൽ മറിഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായ ഒരു വിവരം ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മീനുകൾ ഇപ്പോഴും ഭക്ഷ്യയോഗ്യമാണോ എന്നുള്ള സംശയം സാധാരണക്കാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ബാരലുകൾ കൂടി തീരത്തടിഞ്ഞിരിക്കുന്നത്. ഈ ബാരലുകളിലാണെന്നുണ്ടെങ്കിൽ ഈ പാൽമക്കോൾ എന്ന് പറയുന്ന ഒരു വസ്തു കൂടിയാണ്. അത് ഈ നേരത്തെ പറയുന്നത് പോലെ തന്നെ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന സാനിറ്റൈസറായിട്ടും ടോയ്ലറ്റ് ക്ലീനറായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തു നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് മത്സ്യസമ്പത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന വസ്തുവാണോ എന്നുള്ള ഒരു ആശയം കൂടി ഇനി എന്തായാലും ആ തീരത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശങ്ക വീണ്ടും വിഴിഞ്ഞം തീരത്തേക്ക് എത്തിക്കുകയാണ്. അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഒരു ഉത്തരവ് നൽകേണ്ടത് ഇനി സർക്കാരാണ്, ബന്ധപ്പെട്ട അധികൃതരാണ്. കാരണം ഇത് മറ്റൊന്ന് പ്രശ്നമില്ലാത്ത വസ്തുവാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഇത് മീനുകൾക്ക് ദോഷമായി ബാധിക്കില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ ഇനി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശരി ജിബിൻ, എന്തായാലും വിഴിഞ്ഞം തീരത്താണ് ഈ ബാരലുകൾ അടിഞ്ഞിട്ടുള്ളത്.